നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ ദുഃഖകരമായൊരു വാർത്തയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. മലപ്പുറത്ത് നിന്ന് വരുന്ന ഒരു വാർത്തയാണ്. മലപ്പുറത്ത് 3 വയസ്സുകാരന് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നു. കടല തൊണ്ടയിൽ കുടുങ്ങിയാണ് 3 വയസ്സുകാരന് ദാരുണാന്ത്യം സംഭവിച്ചത്. കുന്നുംപുറം ചെങ്ങാനി സ്വദേശി മുനീറിൻ്റെ മകൻ മുഹമ്മദ് റിസാനാണ് മരിച്ചത്. മിക്സറിലെ കടലയാണ് കുഞ്ഞിൻ്റെ തൊണ്ടയിൽ കുടുങ്ങിയത്. കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ഈ സംഭവം നടന്നത്. കടല തൊണ്ടയിൽ കുടുങ്ങി ശ്വാസതടസ്സം നേരിടുന്നു. കുട്ടിയെ വേഗം തന്നെ വീട്ടുകാർ കുന്നുംപുറത്തെ ഒരു ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. വളരെ ദുഃഖകരമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. കടല തൊണ്ടയിൽ കുടുങ്ങിയാണ് 3 വയസ്സുകാരന് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ഇത് ആദ്യത്തെ സംഭവമല്ല. കുഞ്ഞു കുട്ടികൾക്ക്, അതായത് വളരെ കുഞ്ഞു കുട്ടികളുടെ തൊണ്ടയിൽ എന്തെങ്കിലുമൊക്കെ കുടുങ്ങി ആ കുട്ടികൾ മരണത്തിന് കീഴടങ്ങുന്ന സംഭവങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കോഴിക്കോട് സംഭവിച്ചത്. പാല് കുടിക്കുന്നതിനിടെ തൊണ്ടയിൽ പാല് കുടുങ്ങി 4 മാസം പ്രായമുള്ള കുഞ്ഞിന് ദാരുണാന്ത്യം സംഭവിച്ച വാർത്ത കേരളത്തെ നടുക്കിയിരുന്നു. കോഴിക്കോട് പേരാമ്പ്രയിലായിരുന്നു ഈ സംഭവം നടന്നത്. പാലേരി ചെറിയകുമ്പളം സ്വദേശികളായ നവാസ് താരിഫ ദമ്പതികളുടെ മകൾ ഇനായയാണ് മരിച്ചത്. രാവിലെയോടെ കുഞ്ഞിന് പാൽ കൊടുത്തതിന് തൊട്ടു പിന്നാലെ അസ്വസ്ഥതയുണ്ടായി. ഉടൻ തന്നെ വീട്ടുകാർ ആശുപത്രിയിലേക്ക് എത്തിച്ചു. ആദ്യം കുറ്റ്യാടിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് മുടക്കല്ലൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഭക്ഷണവും ശ്വാസനാളത്തിൽ കുടുങ്ങി മരണം സംഭവിക്കുന്നത് ഒരു പതിവാകുകയാണ്. അപ്പോൾ നമ്മുടെ ചെറിയൊരു ഇടപെടൽ കൊണ്ട് ചിലപ്പോൾ ചിലരെയൊക്കെ മരണത്തിൽ നിന്ന് നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഭക്ഷണം ശ്വാസനാളത്തിൽ കുടുങ്ങി 8 വയസ്സുകാരി മരിച്ച വാർത്തയും വളരെ വേദനാജനകമായിരുന്നു. ഭക്ഷണമോ മറ്റു വസ്തുക്കളോ കുടുങ്ങി ശ്വാസം കിട്ടാതായാൽ വെറും 4 മുതൽ 8 മിനിറ്റ് വരെ മാത്രമേ ജീവന് പിടിച്ചു നിൽക്കാൻ സാധിക്കൂ. ഈ കുറഞ്ഞ സമയത്തിനകം തക്ക ശുശ്രൂഷ കിട്ടിയാൽ രക്ഷപ്പെടാവുന്നതാണ്. എന്തെങ്കിലും വിഴുങ്ങിയത് കാരണം ശ്വാസതടസ്സം ഉണ്ടാകുന്നവരെ രക്ഷിക്കാനുള്ള അടിയന്തര ശുശ്രൂഷയാണ് ഹെംലിക് മെനുവർ. ഹെംലിക് മെനുവർ എന്താണ്, എങ്ങനെയാണെന്ന് വിശദമായി നോക്കാം. അതായത് ശ്വാസതടസ്സം അനുഭവപ്പെടുന്നയാളുടെ പിന്നിൽ ശുശ്രൂഷകൻ, അതായത് കൂടെയുള്ള ആൾ നിൽക്കുക. തുടർന്ന് 2 കൈയും മുന്നോട്ടെടുത്ത് രോഗിയെ ചുറ്റിപ്പിടിക്കണം. ഒരു കൈ മുഷ്ടി ചുരുട്ടി തള്ളവിരലിൻ്റെ ഭാഗം രോഗിയുടെ വയറിൽ ചേർത്ത് പിടിക്കണം. വാരിയെല്ലിന് താഴെയും പൊക്കിളിന് മുകളിലുമായാണ് കൈ വരേണ്ടത്. മറ്റേ കൈ കൊണ്ട് ഈ മുഷ്ടിക്ക് മുകളിലായി മുറുകെ പിടിക്കുക. വാരിയെല്ല് ഞെങ്ങാതെ വയറിലേക്ക് ബലം കൊടുക്കുക. തുടർന്ന് മുഷ്ടി പെട്ടെന്ന് മുകളിലേക്കും താഴേക്കും നീക്കുക. വായു സഞ്ചാരം സുഗമമാകത്തക്ക രീതിയിൽ അമർത്തി വേണം ചെയ്യാൻ. കുടുങ്ങിയിരിക്കുന്ന വസ്തു പുറത്തു വരും വരെ ഇത് തുടരണം. തുടർന്ന് വൈദ്യസഹായം തേടാവുന്നതാണ്. ഇപ്പോൾ അടുത്ത് മറ്റാരുമില്ല എന്നൊരു സാഹചര്യമാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ 2 മുതൽ 4 വരെയുള്ള കാര്യങ്ങൾ സ്വയം ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ കസേരയിലോ മറ്റോ വയറിൻ്റെ ഭാഗം അമർത്തി വെച്ചുകൊണ്ട് മുകളിലേക്ക് ബലം കൊടുത്ത് അമർത്താവുന്നതുമാണ്. ഇനി രോഗിയുടെ ബോധം മറിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് നോക്കാം. ശ്വാസതടസ്സമുണ്ടായ ആളെ നിലത്ത് നിവർത്തിക്കിടത്തിയ ശേഷം അയാളുടെ കാൽമുട്ടിൻ്റെ മുകൾ ഭാഗത്തായി ശുശ്രൂഷകൻ കയറിയിരിക്കുക. വയറിൽ വാരിയെല്ലുകൾക്ക് താഴെയും പൊക്കിളിന് മുകളിലുമായി കൈപ്പടം കമഴ്ത്തി വയ്ക്കുക. ഇതിന് മുകളിലേക്ക് മറ്റേ കൈയും വയ്ക്കണം. തുടർന്ന് ശുശ്രൂഷകൻ നന്നായി ആഞ്ഞ് ശരീരഭാരം കൊടുത്ത് മുകളിലേക്ക് അമർത്തണം. കുടുങ്ങിയ വസ്തു പുറത്തു വരും വരെ ഇത് തുടരാവുന്നതാണ്. ഹെംലിക് മെനുവർ ചെയ്യുമ്പോൾ മർദ്ദം ഉണ്ടാകുകയാണ്. ഈ മർദ്ദം ശ്വാസനാളത്തിലെ വായു സഞ്ചാരത്തിന് സഹായകമാകും. വാരിയെല്ലുകളിൽ അമർത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും കൂടി വേണം. ശ്വാസതടസ്സം മാറുന്നില്ലെങ്കിൽ ഉടൻ കൃത്രിമോശ്വാസം കൊടുക്കുകയും നെഞ്ചിൻ്റെ മധ്യഭാഗത്തായി 2 കൈ ഉപയോഗിച്ച് ക്രമമായി അമർത്തുകയും ചെയ്യുക. അതായത് CPR കൊടുക്കുന്നത് പോലെ. ഉടൻ വൈദ്യസഹായം. ഇതൊക്കെ ചെയ്യാൻ പെട്ടെന്ന് തന്നെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ വേഗത്തിൽ തന്നെ വൈദ്യസഹായം എത്തിക്കാനും നോക്കണം. ഇനി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. രോഗിയെ ഉലച്ചുകൊണ്ട് പുറകിൽ വെറുതെ അടിക്കരുത്. ഇത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. കൈപ്പത്തിയുടെ താഴ്ഭാഗം കൊണ്ട് പുറത്തിടിക്കുകയാണ് വേണ്ടത്. ചെറിയ വസ്തുക്കൾ ചുമച്ച് പുറത്തു പോകാൻ ഇത് സഹായിക്കും. ഗർഭിണികളുടെയോ അമിതവണ്ണമുള്ളവരുടെയോ തൊണ്ടയിൽ എന്തെങ്കിലും വസ്തു കുടുങ്ങിയാൽ വയറിനേക്കാൾ നെഞ്ചിൽ അമർത്തുന്ന രീതിയിലാണ് നല്ലത്. ഭക്ഷണമോ മറ്റോ കുടുങ്ങിയാൽ സംസാരിക്കാനോ ശ്വാസമെടുക്കാനോ പ്രയാസമുണ്ടാകും. ഇത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ പ്രഥമ ശുശ്രൂഷ നൽകണം. ശ്വാസം കിട്ടാതെ രോഗിയുടെ മുഖം നീല നിറമാകുകയോ ബോധം മറിയുകയോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കാം. കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ഇത്തരത്തിൽ വിഴുങ്ങിയാൽ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞിനെ മുഖം ഉയർത്തി കിടത്തുകയോ മടിയിൽ മുഖം പുറത്താക്കിയിരുത്തുകയോ ചെയ്യുക. 2 കൈകളുടെയും നടുവിരലും ചൂണ്ടുവിരലും ചേർത്ത് മുകളിലേക്ക് ബലം കൊടുത്ത് അമർത്തുക. കുഞ്ഞിനെ ഒരു കൈയിൽ കമഴ്ത്തി കിടത്തി മറുകൈ പത്തിയുടെ ചുവട് ഭാഗം കൊണ്ട് പുറത്ത് തട്ടുക. കുഞ്ഞിന് ബോധമില്ലെങ്കിൽ താടി പൊക്കി വെച്ച് കിടത്തുക. ശുശ്രൂഷകന്റെ കൈവിരൽ വായിലോ മൂക്കിലോ ഇട്ട് വസ്തു പുറത്തെടുക്കാനാകുമോ എന്ന് നോക്കാം. വിരലിട്ട് പരതരുത്.
കുഞ്ഞിന് കൃത്രിമോശ്വാസം നൽകണം. തുടർന്ന് നടുവിരലും ചൂണ്ടുവിരലും ചേർത്ത് കുഞ്ഞിൻ്റെ നെഞ്ചിൽ അമർത്തുക. വിരലുകൾ എടുക്കാതെ തന്നെ അത് അയച്ചു വിടാവുന്നതാണ്. വീണ്ടും അമർത്തുകയും അയക്കുകയും ചെയ്യുക. ഇടയ്ക്ക് ശ്വാസം നൽകുകയും ചെയ്യണം. ഉടൻ വിദഗ്ധ സഹായം തേടുക. വാരിയലിൽ ബലം വരാതിരിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് കൗതുകം ജിജ്ഞാസയൊക്കെ കൊണ്ട് കുട്ടികൾ എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ വായിലിടാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ ഇത്തരം വസ്തുക്കൾ അങ്ങ് ഇറങ്ങിപ്പോയി കുടുങ്ങാനുള്ള സാധ്യതയുണ്ട്. വളരെ അപകടകരമായ സ്ഥിതിവിശേഷമാണിത്. ചെറിയ കളിപ്പാട്ടങ്ങളുടെ ഭാഗങ്ങൾ, നാണയങ്ങൾ എന്നിവയൊക്കെ ഇത്തരത്തിൽ തൊണ്ടയിൽ കുടുങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഭക്ഷണ വസ്തുക്കളും പലപ്പോഴും കുട്ടികളുടെ തൊണ്ടയിൽ കുടുങ്ങി അപകടം സംഭവിക്കാറുണ്ട്. ഭക്ഷണമോ മറ്റു വസ്തുക്കളോ ഇറങ്ങിപ്പോയി ശ്വാസനാളം അടഞ്ഞുപോയാൽ അത് വലിയ രീതിയിലുള്ള അപകടമായി മാറും. ഉടൻ രക്ഷാപ്രവർത്തനം നടത്തിയില്ലെങ്കിൽ ജീവൻ രക്ഷിക്കാനാവാത്ത സ്ഥിതി വന്നു ചേരാനുള്ള ഇടയുണ്ട്. കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള സമയം പോലും കിട്ടിയെന്ന് വരില്ല. കണ്ടു നിൽക്കുന്നയാൾ ഉടൻ അടിയന്തര ശുശ്രൂഷ നൽകിയാൽ മാത്രമേ ഇത്തരം സാഹചര്യങ്ങളിൽ പെടുന്ന കുഞ്ഞുങ്ങളെ ഒരു പരിധിവരെ രക്ഷിക്കാൻ സാധിക്കും. 4 വയസ്സിന് ചുവടെയുള്ള കുട്ടികളിൽ ഇത്തരം അപകടങ്ങൾ വന്നു ചേരാനുള്ള സാധ്യത കൂടുതലാണ്. ശ്വാസനാളം വളരെ ചെറുതായതിനാൽ ചെറിയ വസ്തുക്കൾ പോലും കുട്ടികൾക്ക് ഭീഷണിയായിത്തീരാം. കടലമണികൾ പോലും ഇത്തരത്തിൽ അപകടകാരികളാകാം. ഭക്ഷണമോ മറ്റു വസ്തുക്കളോ തൊണ്ടയിൽ കുടുങ്ങിയാൽ കുട്ടിയിൽ ചില ലക്ഷണങ്ങൾ കാണാനാകും. ശ്വാസമുട്ടൽ, ശബ്ദം പുറത്തു വരാത്തതിനാൽ സംസാരിക്കാനോ കരയാനോ ആകാത്ത സ്ഥിതി, ശരീരത്തിൽ നീല നിറം പ്രത്യക്ഷപ്പെടൽ മുതലായവ ഉണ്ടാകാം. അല്പം വലിയ കുട്ടികളാണെങ്കിൽ തൊണ്ടയിൽ മുറുക്കി പിടിച്ച അവസ്ഥ, പേടിച്ച മുഖഭാവം, ശ്രമിച്ചിട്ട് ശബ്ദം പുറത്തു വരാത്ത സ്ഥിതി തുടങ്ങിയവയ്ക്ക് ഇതിൻ്റെ സൂചനകളാണ്. ശ്വാസമുട്ടൽ ഉണ്ടെങ്കിലും കുട്ടിക്ക് കരയാനോ ചുമയ്ക്കാനോ പറ്റുന്ന അവസ്ഥയിലാണെങ്കിൽ ശ്വാസനാളം പൂർണ്ണമായി അടഞ്ഞു പോയിട്ടില്ല എന്നാണ് അർത്ഥം. ഭക്ഷണമോ അന്യ വസ്തുക്കളോ തൊണ്ടയിൽ കുടുങ്ങിയാൽ ശ്വാസനാളം പൂർണ്ണമായോ ഭാഗികമായോ അടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ശ്വാസനാളം പൂർണ്ണമായും അടഞ്ഞു പോകുന്നത് അടിയന്തരാവസ്ഥയാണ്. പ്രാണവായു കിട്ടിയില്ലെങ്കിൽ മിനിറ്റുകൾ കൊണ്ട് ജീവഹാനി നേരിടാവുന്ന അവസ്ഥ. ശ്വാസനാളം ഭാഗികമായി അടഞ്ഞാലും പ്രശ്നം തന്നെ. കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ വളരെ കുറച്ച് സമയമേ കിട്ടൂ എന്നതിനാൽ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് അടിയന്തരമായ രക്ഷാപ്രവർത്തനം നടത്തേണ്ടതായിട്ടുണ്ട്. മനസാന്നിധ്യത്തോടെ ശാസ്ത്രീയമായി പ്രഥമ ശുശ്രൂഷ നൽകുക എന്നതാണ് ഇവിടെ ചെയ്യേണ്ട കാര്യം. ആരുടെയെങ്കിലും സഹായം തേടി ചികിത്സയ്ക്കുള്ള സൗകര്യവും ഒരുക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ഒരു ചെറിയ ഇടപെടൽ ചില ജീവനെയൊക്കെ രക്ഷപ്പെടുത്താൻ സാധിച്ചാൽ അത് അത്രയും നല്ലതല്ലേ? ഇനി കുഞ്ഞിന് ബോധം നഷ്ടപ്പെടുന്ന സാഹചര്യമാണെങ്കിൽ തുടർന്ന് കുഞ്ഞിൻ്റെ വായും മൂക്കും ഒന്നിച്ച് ചേർത്ത് വെച്ചൊരു തവണ കൃത്രിമ ശ്വാസം നൽകുക. കുഞ്ഞിൻ്റെ പ്രതികരണം ശ്രദ്ധിക്കുക. നെഞ്ചിൽ ചലനമുണ്ടെങ്കിൽ 2 തവണ കൂടി ശ്വാസം നൽകാം. നെഞ്ചിൽ ചലനമില്ലെങ്കിൽ വായ ഒന്നുകൂടി പരിശോധിച്ച് ഒരു ശ്വാസം കൂടി നൽകുക. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ നോക്കിയാൽ അടുത്തുള്ളവർ ഇത്തരത്തിൽ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ജീവൻ ഒരു പരിധി വരെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.